പാക് അധീന കശ്മീരിൽ ഭീകരത്താവളം ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചിരിക്കുന്നു. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ പ്രത്യേക ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ബലാക്കോട്ടിലാണ് ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരത്താവളങ്ങൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സന്തോഷ്, ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതായുള്ള സൂചനകളുണ്ട്. ഒപ്പം ഇന്ത്യൻ സേന ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കും എന്ന് ഉറപ്പിക്കാമോ ഈ ഘട്ടത്തിൽ? ഇക്കാര്യങ്ങളിൽ ഒരു സംശയം വേണ്ട. ഇന്ത്യൻ സേന സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ പ്രധാനപ്പെട്ട മുതിർന്ന മന്ത്രിസഭാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. മന്ത്രി നിർമ്മല സീതാരാമൻ, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തുടങ്ങിയവരെ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചു, വിലയിരുത്തുകയും ചെയ്തു. അതിന് തൊട്ടു മുമ്പാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ ആക്രമണത്തിന്റെ വിവരങ്ങളൊക്കെ ബ്രീഫ് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ വ്യോമസേന ഈ ജമ്മു കാശ്മീരിലെ അതിർത്തി പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ സന്ദേശം നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രത്യാക്രമണവും ഉണ്ടാക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതീവ ജാഗ്രതാ സന്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യാക്രമണ സാധ്യത ഇപ്പോൾ നടന്ന ഉന്നത ആലോചനാ യോഗത്തിലും ഉണ്ടായി. അപ്പോൾ അതിനുവേണ്ടി സജ്ജരായിരിക്കണം എന്ന നിർദ്ദേശമാണ് എല്ലാ സൈന്യത്തിന് നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ സൈന്യം ഇതിന് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ വ്യോമസേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമോ മുന്നിൽ കണ്ടുകൊണ്ടാണ് നടത്താൻ വേണ്ടിയാണ് ഇന്ത്യ ഈ ജമ്മു കാശ്മീരിൽ എങ്ങും അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ച് അതിന്റെ നിയന്ത്രണം കയ്യിലെടുത്തത്. അതിനുശേഷമാണ് ഇന്ത്യ. അപ്പോൾ തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയാൽ പോലും അത് തിരിച്ച് മറുപടി നൽകാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിയും. പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യ ആക്രമണം നടത്തി എന്നത് തള്ളിക്കളയുന്നുമില്ല. പക്ഷെ അതൊരു വലിയ ആൾനാശമൊന്നും ഉണ്ടാക്കാത്ത പ്രശ്നമായി മാത്രം കാണാനാണ് അവർ ഇപ്പോൾ പുറമെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും വലിയൊരു നാണക്കേട് പാകിസ്ഥാൻ ഇതുവഴി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് യഥാർത്ഥ ഒരു വിഷയം. നമുക്ക് പറയാം, എല്ലാ രാജ്യങ്ങൾക്കും ആർമി ഉണ്ട്. പക്ഷെ ആർമിക്ക് സ്വന്തമായി ഒരു രാജ്യമുള്ള സ്ഥലം പാകിസ്ഥാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർമിയാണ്. അതുകൊണ്ട് തന്നെ ആർമി ഈ തരത്തിൽ മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് സംശയമുണ്ടാക്കുന്നത്. തീവ്രവാദികളെ മുന്നിൽ നിർത്തിയുള്ള ആക്രമണം അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ മറ്റ് അന്താരാഷ്ട്ര മാർഗങ്ങളോ രീതികളോ ഒന്നും അവർക്കൊരു വിഷയവുമല്ല. അതുകൊണ്ട് തന്നെ ആർമിയുടെ ഭാഗത്തു നിന്നും ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദി സംഘടനകളുടെയൊക്കെ ജിഹാദി കൗൺസിലുണ്ട്. 7 തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ ചേരുന്ന ജിഹാദി കൗൺസിലാണ്. ആ കൗൺസിലിനെ നയിക്കുന്നത് പോലെ ആർമിയാണ്. അപ്പോൾ ആ ജിഹാദി കൗൺസിലുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് അതിലെല്ലാ തീവ്രവാദികളെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണവും നടത്താം. അതെങ്ങനെ വേണമെങ്കിലും ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ പ്രതിരോധിക്കാൻ ഇപ്പോൾ സൈന്യവും ഇന്ത്യയും സജ്ജമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ആക്രമണം നടത്തിയത് പോലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ന് എന്തെങ്കിലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ന് രാജസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തെ പൊതു റാലിയിൽ വെച്ച് അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുൽവാമ സ്ഫോടനം ഉണ്ടായപ്പോഴും അതിനുശേഷം നടന്ന ഒരു പൊതു റാലിയിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ആ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇപ്പോഴും അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. അത് ഉച്ചയോടുകൂടി ഉണ്ടാകും. ഇതുവരെ അങ്ങനെ ഒരു വാർത്താ സമ്മേളന സൂചനയൊന്നും വ്യോമസേന നൽകിയിട്ടില്ല. ഇപ്പോൾ മറ്റൊന്ന്, ആക്രമണ രീതിയെക്കുറിച്ച് ലഭിക്കുന്ന വിവരപ്രകാരം മിറാഷ് വിമാനങ്ങളിൽ നിന്ന് ലേസർ ഗൈഡ് ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. 1000 കിലോ ബോംബുകൾ വർഷിച്ചു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി കൃത്യമായി ഇവരുടെ കേന്ദ്രങ്ങൾ തന്നെ തകർക്കാനാണ് ഈ ലേസർ ഗൈഡ് ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അത് കൃത്യം ആ സ്ഥലത്ത് വീണതിന് ശേഷം അല്ലെങ്കിൽ ആ സ്ഥലം ലക്ഷ്യമാക്കി പോകുന്നതാണ്. മറ്റു ദിശകളിലേക്ക് തെന്നി പോകുകയുമില്ല. ആ രീതിയിലുള്ള ഒരു ആക്രമണം 2 സ്ഥലങ്ങളിൽ, അതിൽ ഒരു സ്ഥലം ബലാക്കോട്ടിൽ ബോംബ് വർഷിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ബലാക്കോട്ടിനെ കൂടാതെ ചക്കോത്തിയും മുസഫറാബാദിലും ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സന്തോഷ് നൽകിയ ചില സൂചനകൾ ഈ ബലാക്കോട്ട് അടക്കമുള്ള പ്രാദേശികമായി ചില മാധ്യമങ്ങളിൽ നിന്നും പ്രാദേശികമായും ലഭിക്കുന്ന ചില വിവരങ്ങളെ കുറിച്ചാണ്. അത്തരം വിവരങ്ങളുടെ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടോ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരത്താവളങ്ങൾ ആകെ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ ഒക്കെ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പ്രാദേശികമായി ലഭിക്കുന്നുണ്ടോ?
നിലവിൽ അത്തരം പ്രാദേശികമായി ലഭിക്കുന്ന വാർത്തകളെ മാത്രം നമുക്ക് പിന്തുടരാൻ കഴിയുകയുള്ളൂ. കാരണം ഇക്കാര്യത്തിൽ സേനയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കാരണം അവർക്ക് ഇത് അംഗീകരിക്കുന്നത് നാണക്കേടാണ്. പക്ഷെ ഈ പാക് അധീന കാശ്മീരിലെ ഈ മേഖലകളിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു വിവരവും ലഭ്യമാകുന്നില്ല. ചില റോയിട്ടേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളും വാർത്താ ഏജൻസികളെ കൂടാതെ അൽ ജസീറ പോലുള്ള നാഷണൽ ഏജൻസികളൊക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അവിടെ നിന്ന്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചില സൂചനകൾ വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവർക്കായിരിക്കും ആദ്യം ലഭിക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു വിവരം ലഭ്യമല്ല. പക്ഷെ ആൾനാശം ഉണ്ടായി എന്ന് ആദ്യം സ്ഥിരീകരിച്ചത് പ്രാദേശിക മാധ്യമങ്ങളാണ്. പക്ഷെ അത് എത്രത്തോളം, എത്ര പേർ, ആദ്യം ഒരു 200 എന്ന കണക്ക് വന്നു, പിന്നീട് അത് 300 ആയിരിക്കാം എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഭ്യൂഹം. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും സംഭവിക്കാം. അവരിൽ നിന്നും പിന്നെ ഇത് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള മേഖലകളിൽ കൂടി ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ആനന്ദ് ഒരു സംശയം ഉന്നയിച്ചിരുന്നതാണല്ലോ, പാകിസ്ഥാൻ ആർമിക്കും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കാമെന്ന്. കാരണം ഇവിടെ ആർമിയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയ സമയത്താണ് പാകിസ്ഥാൻ ആർമി മരുന്നുകൾ, ആഹാരങ്ങളൊക്കെ, ഇന്ധനങ്ങളൊക്കെ ഈ മേഖലകളിലൊക്കെ സംഭരിച്ചത്. കാരണം ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാൻ ആർമി തലവനും ഈ മേഖലകളിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആർമിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കാമോ എന്നൊരു സംശയവുമുണ്ട്. ആർമിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഒളിച്ചു വെക്കാൻ പാകിസ്ഥാൻ കഴിയും. കാരണം പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അങ്ങനെ വലിയ ആൾനാശം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിലൂടെ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു രാജ്യം കൂടിയാണ്. അത് ഒളിച്ചു വയ്ക്കും. പക്ഷെ നമുക്കിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് അവലംബിക്കാൻ കഴിയുന്നത് പ്രാദേശിക മാധ്യമങ്ങളാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും വാർത്ത കിട്ടും എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് സന്തോഷ്, തീർച്ചയായും ആ സംശയം നമുക്ക് സ്ഥിരീകരിച്ചേ മതിയാവൂ. കാരണം പാക് സേന തന്നെ ജെയ്ഷെ മുഹമ്മദിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ പാക് സേന തലവൻ തന്നെ ഈ ഭാഗങ്ങളിൽ എത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാവിലെ ആസിഫ് ഗഫൂർ, ഞാൻ മനസ്സിലാക്കുന്നത് പാക് സേനയുടെ തന്നെ വക്താവായാണ് അദ്ദേഹം കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ചത്. അതിൽ 2 കാര്യങ്ങൾ ഉണ്ടായിക്കൂടെ സന്തോഷം? ഒന്ന്, തന്ത്രപരമായി തങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പൊതുസമൂഹത്തിനെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക. മറ്റൊന്ന്, വലിയ ആസൂത്രണങ്ങൾക്ക് ഒരുപക്ഷെ പാക് സേന തന്നെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ട് തയ്യാറെടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ആനന്ദ്, ഇതിപ്പോ പറഞ്ഞതുപോലെ ഈ ഒരു നാണക്കേട് എന്ന് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. ഈ പാകിസ്ഥാൻ ആർമി അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. പക്ഷെ അതിനെ വഴിതിരിച്ചു വിടാനാണ് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേന നിയന്ത്രണ രേഖ തെറ്റിച്ചുള്ളിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു. പക്ഷെ പാകിസ്ഥാന്റെ ആർമിയുടെ ഭീഷണിയെ തുടർന്ന് മടങ്ങിപ്പോയി എന്ന തരത്തിലുള്ള വ്യാഖ്യാനം പാകിസ്ഥാൻ നൽകുന്നത് അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അപ്പോഴും അവർക്ക് തള്ളിക്കളയാൻ കഴിയാത്തൊരു വിഷയം എന്ന് പറയുന്നത് ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നതാണ്. അതിനാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ, കരസേനയുടെ വക്താവായ മേജർ ജനറൽ ആസിഫ് ഗഫൂർ പറഞ്ഞിരിക്കുന്നത്, ഈ വ്യോമസേന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അബദ്ധത്തിൽ ബോംബ് വീണു എന്ന് പറഞ്ഞൊഴിയുന്നത്. പക്ഷെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ബലാക്കോട്ടിൽ ബോംബ് വർഷം ഉണ്ടായി എന്നത് അവർക്ക് തള്ളിക്കളയാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കാരണം ഈ പറയുന്ന പോലെ പൂഞ്ച് സെക്ടറിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയുടെ വളരെ അടുത്ത സ്ഥലമാണ് ബലാക്കോട്ട്. അതുകൊണ്ടാണ് അവർക്ക് തള്ളിക്കളയാൻ, കാരണം അത് സംബന്ധിച്ച തെളിവുകൾ എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം എന്ന് പാകിസ്ഥാൻ കരുതും. അതുകൊണ്ട് അബദ്ധത്തിൽ വീണു എന്ന് പറഞ്ഞൊഴിയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ആ ഒരു പ്രത്യാക്രമണം പാകിസ്ഥാൻ ആർമി നടത്തും. അതാണ് നേരത്തെ പറഞ്ഞത്. പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നിയമങ്ങളോ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളോ അവരുടെ ഒരു വിഷയമല്ല. ഈ തീവ്രവാദികളെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രേരണയ്ക്കനുസരിച്ച് ഇന്ത്യക്കെതിരെ എപ്പോഴും ഒരു വർഗീയ വിഷയം ചുമത്തുന്ന ഒരു കേന്ദ്രമായി തന്നെയാണ് പാകിസ്ഥാൻ ആർമി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരൊരു പ്രത്യാക്രമണം നടത്താനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് ഇന്ത്യൻ എയർഫോഴ്സിനും അറിയാം, ഇന്ത്യൻ സേനയ്ക്കും അറിയാം. കാരണം ഇത് ഇങ്ങനെ എപ്പോഴും പാകിസ്ഥാൻ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ ഹൈ അലർട്ട് നൽകിയിരിക്കുന്നത്. ഡൽഹി അടക്കമുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോൾ സുരക്ഷാ നിർദ്ദേശം പോയിട്ടുണ്ട്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നു തുടങ്ങിയിരിക്കുന്നു. വലിയ റഡാറുകളൊക്കെ ഈ അതിർത്തി കേന്ദ്രീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വിമാനങ്ങൾ പറന്നുയരാനുള്ള സാധ്യത ഇന്ത്യ കാണുന്നുണ്ട്, മുൻകൂട്ടി കാണുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന പോലുള്ള രാജ്യങ്ങൾ മുതിരുമോ എന്നതുകൂടി ഇവിടെ ഇന്ത്യ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതായത് രാജ്യം തന്നെ അതീവ ജാഗ്രതയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
സന്തോഷ്, ഈ വ്യോമ കരമാർഗങ്ങളിലൂടെയുള്ള ഏത് പ്രത്യാക്രമണത്തെയും നേരിടാൻ സർവസജ്ജമായി സൈനികമായ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടാകണം, ഒരു പക്ഷേ ഈ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ. ആനന്ദ്, അതിനുള്ള ഒരുക്കം ഇന്ത്യ നേരത്തെ നടത്തിയിരുന്നു. പുൽവാമ സ്ഫോടനം ഉണ്ടാകുന്നത് കഴിഞ്ഞ 14-ാം തീയതിയാണ്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുള്ള സാധ്യതകളെല്ലാം വളരെ വ്യക്തമാക്കിയിരുന്നു. കാരണം നമുക്ക് കൃത്യമായി തന്നെ പറയാം അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തിയത് എങ്ങനെയാണെന്ന്. 23-ാം തീയതിയും 24-ാം തീയതിയും രാത്രിയോടുകൂടിയാണ് അർദ്ധ സൈനിക വിഭാഗങ്ങളെ കാശ്മീരിലെങ്ങും വിന്യസിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം 14 വർഷത്തിന് ശേഷമാണ് BSFനെ ശ്രീനഗറിൽ വിന്യസിക്കുന്നത്. CRPFനെ പല ഭാഗത്തും വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും BSFനെ ശ്രീനഗറിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ BSFനെ കൊണ്ട് ശ്രീനഗറിന്റെ ഒക്കെ സുരക്ഷാ ചുമതല കയ്യിലെടുത്തു. വിമാനമാർഗമാണ് ഈ 100 ട്രൂപ്പുകളെ, 100 അർദ്ധ സൈനിക വിഭാഗ ഗ്രൂപ്പുകളെ ഒക്കെ കാശ്മീരിലെത്തി. അത് അതീവ വളരെ വേഗത്തിലാണ് അത്തരം നീക്കം നടത്തിയത്. അതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും 10,000-ഓളം അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചു. പിന്നെ മുൻകരുതൽ എന്ന നിലയിൽ ജമാഅത്തിന്റെയും മറ്റ് ഹുറിയത്തിന്റെയും നേതാക്കളെ തടങ്കലിലാക്കി, വിഘടനവാദി നേതാക്കളെ പലരെയും തടങ്കലിലാക്കി. അപ്പോൾ പറഞ്ഞത് ഈ സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ 35A അനുച്ഛേദം പരിശോധിക്കുന്ന ഹർജി വരുന്നുണ്ട്, അതിന് മുൻകൂട്ടി തടങ്കലിലാക്കി എന്നാണ്. പക്ഷെ അങ്ങനെ തടങ്കലിലാക്കി എന്ന് പറയുമ്പോൾ പോലും പ്രധാന ലക്ഷ്യം ഒരു ആക്രമണം ഇന്ത്യ നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വിഘടനവാദികളുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ ഒരു സഹായം ഉണ്ടാകാതിരിക്കുക, അതിനുവേണ്ടി തന്നെയാണ് ഇവരെയൊക്കെ മുൻകരുതൽ എന്ന നിലയിൽ തടങ്കലിലാക്കിയത്. കൂടാതെ ഈ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ വിന്യാസം പൂർണ്ണമാക്കി. പിന്നീട് സേനാ വിന്യാസം അതീവ മാക്കി നടത്തുകയും ചെയ്തിരുന്നു. ഈ അതിർത്തി മേഖല, കാശ്മീരിനെ കൂടാതെ അതിർത്തി മേഖലകളുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ സേനയെ എത്തിച്ചു. പത്താൻകോട്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യോമസേനാ താവളത്തിലേക്ക് കൂടുതൽ വ്യോമസേനാ വിമാനങ്ങളൊക്കെ ഇടയ്ക്ക് എത്തിച്ചു. മിറാഷ് വിമാനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന മിറാഷ് വിമാനങ്ങൾ പല യുദ്ധങ്ങളിലും, കാർഗിൽ യുദ്ധത്തിലടക്കം ഇന്ത്യക്ക് വലിയ തേരോട്ടം നടത്തിക്കൊടുത്ത വിമാനങ്ങളാണ്. കൃത്യതയോടെ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന ആ വിമാനങ്ങൾ ഈ അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിന് പൈലറ്റുമാരെ കൃത്യമായി ട്രെയിനിങ് നടത്തിയിരിക്കുന്നു. സ്ഥലം ഏരിയൽ ലൊക്കേറ്റ് ചെയ്തു. പിന്നീട് ബോംബ് വർഷം നടത്തി ആക്രമണം നടത്തിയിരിക്കുന്നു. അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ഇന്ത്യ പുൽവാമ സ്ഫോടനത്തിന് പ്രത്യാക്രമണം നൽകിയിരിക്കുന്നത്. ഇനി ഒരു തിരിച്ചടി ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈന്യമായി മുന്നോട്ട് വന്ന ഏതെങ്കിലും ആക്രമണം നടത്തിയാൽ പോലും അത് തടയിടാനും മറുപടി നൽകാനും കഴിയും. ഇനി ഒരു പ്രത്യേക മുന്നൊരുക്കം ഇനി അതിനുവേണ്ടി ഇന്ത്യ നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. സന്തോഷ്, വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, രണ്ട് സ്ഥലത്തെയും സാധാരണക്കാരായ ആളുകൾ ഏത് നിലയിലായിരിക്കും ഈ ആക്രമണങ്ങളെ കാണുക? നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതാണ്, ഇന്ത്യൻ സേന വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മിന്നലാക്രമണം വ്യോമ മാർഗം നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരെ അധിവസിക്കുന്ന സ്ഥലം അല്ല എന്ന് തന്നെ കരുതാമോ? സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ കരുതാമോ? ഒപ്പം ജമ്മു കാശ്മീരിലെ വളരെ സാധാരണക്കാരായ പൗരന്മാരുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? വലിയ ഭയം ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലല്ലോ സന്തോഷ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടരുത് എന്ന് എപ്പോഴും എല്ലാ രാജ്യങ്ങളും കരുതും. അതിനുള്ള മുന്നൊരുക്കവും നടത്തുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ത്യൻ സേന ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇതിനു മുമ്പ് കാർഗിൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെ വളരെ അഭിമാനകരമായി പറഞ്ഞിരുന്നത് സാധാരണക്കാർക്ക് നാശനഷ്ടം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഇന്ത്യ തിരിച്ചടിച്ചത് എന്ന് തന്നെയാണ്. അതെപ്പോഴും ഇന്ത്യയുടെ ഒരു അഭിമാനമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ പുൽവാമ സ്ഫോടനം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത് സൈന്യം എങ്ങനെ വേണമെങ്കിലും തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ അതേ സമയത്ത് തന്നെ മുൻ പ്രതിരോധ മന്ത്രിയായ AK ആന്റണിയെയും കണ്ടിരുന്നു. അപ്പോൾ AK ആന്റണി ഈ സൈന്യത്തിന്റെ രീതികളൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം. കാരണം ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിരുന്ന ആളാണല്ലോ AK ആന്റണി. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഇന്ത്യ സൈന്യം എപ്പോഴും കൃത്യം സ്കെയിൽ രീതിയിൽ, അതായത് എങ്ങനെയാണോ ആക്രമണം ഉണ്ടായത് അതിന് കൃത്യമായി തിരിച്ചടി അതേ കേന്ദ്രങ്ങൾക്ക് മാത്രം നൽകുകയാണ് പതിവ്.
അതാണ് ഇന്ത്യൻ ആർമിയുടെ രീതി എന്ന് പറയുന്നത്. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന വാക്ക് പോലും ശ്രദ്ധിക്കുക, അതങ്ങനെയാണ് ഉണ്ടായത്. എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്ന ബാധിത മേഖലകളിൽ മാത്രം ആക്രമണം നടത്തി ആ പ്രശ്നത്തിനെ കരിയിച്ച് കളയുക, നശിപ്പിച്ച് കളയുക. അതാണ് ഇന്ത്യൻ ആർമിയുടെ രീതി. ഒരു വലിയ സർവ്വസന്നാഹമായി ചെന്നുകൊണ്ട് പാക് അധീന കാശ്മീരിൽ മുഴുവൻ ആക്രമണം നടത്തി തീവ്രവാദികളെ കൊലപ്പെടുത്തി കളയാം, ആ രീതിയും ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പറയുന്ന പോലെ സാധാരണക്കാരടക്കം നിരവധി പേർ കൊല്ലപ്പെടും. അതല്ല ഇന്ത്യൻ ആർമി അപലപിക്കുന്ന രീതി എന്ന് പറയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്കിന് പോലും അങ്ങനെയാണ് ഒരു അർത്ഥം. കൃത്യം എവിടെയാണോ പ്രശ്നം ആ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി 3:30 സംഭവിച്ചിരിക്കുന്ന രീതികളും അത് തന്നെയാണ്. ആദ്യം 13 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തു. ആ 13 സ്ഥലങ്ങളിൽ തന്നെ പിന്നീട് 4 സ്ഥലങ്ങളോ അല്ലെങ്കിൽ 3 സ്ഥലങ്ങളോ ആക്കി ചുരുക്കി. അതായത് കൃത്യമായി തീവ്രവാദികൾ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്തി അവർ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾ നോക്കി അവരെ മാത്രം നോക്കിക്കൊണ്ട് ലേസർ ഗൈഡ് ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അപ്പോഴും സാധാരണക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവരുത്, അവർക്ക് വലിയ ആൾനാശം ഉണ്ടാകരുത് എന്ന മുൻകരുതൽ എപ്പോഴും ഇന്ത്യ എടുക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു വാർത്തയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാശ്മീരിലും അത് നമ്മുടെ മേഖലകളിലെ കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ നമ്മൾ ആദ്യമേ തന്നെ ഗ്രാമങ്ങളെയൊക്കെ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അവർക്ക് പ്രശ്നമുണ്ടാകരുത് എന്ന് തന്നെയാണ് പ്രശ്നം. ഇതിനു മുമ്പ് ഈ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോഴൊക്കെ ഇന്ത്യ ആദ്യം ചെയ്തിരുന്നത് ഗ്രാമങ്ങളെയൊക്കെ ഒഴിപ്പിക്കുക എന്നതായിരുന്നു. പിന്നീട് അവരുടെ സേനയെ വിന്യസിച്ച് പ്രത്യാക്രമണം നടത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്. ആദ്യം എല്ലാവരെയും സുരക്ഷിതമാക്കി അതിനുശേഷം കൃത്യം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ഒരു അടിയന്തര ഉന്നതതല യോഗം ഇസ്ലാമാബാദിൽ വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും സേനയുടെ പ്രതിനിധികളെയും അദ്ദേഹം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ വിദേശകാര്യമന്ത്രി ഖുറേഷി പരിശോധിക്കും. ഈ വിളിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നൽകും എന്നാണ് നമുക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് ഒരു നയതന്ത്ര മുഖം നൽകേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ അതിർത്തി കടന്നു എന്ന കുറ്റം ആരോപിക്കാനുള്ള ചുമതല കൂടി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഉന്നതതല യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു പ്രതികരണവും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപകട സാധ്യതയുള്ള ജമ്മു കാശ്മീരിലെ എത്രത്തോളം ഗ്രാമങ്ങൾ ഇതിനോടകം വളരെ സേഫായി മാറ്റാൻ സൈനിക നടപടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷ്? എത്രത്തോളം ഗ്രാമവാസികളെ അവിടെ നിന്ന് കൃത്യമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്? അവിടെയൊക്കെ അർദ്ധ സൈനിക വിഭാഗവും സൈനിക വിഭാഗവും കൃത്യമായ നിയന്ത്രണവും അതീവ ജാഗ്രതയും പുലർത്തുകയാണോ? ഒപ്പം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ തന്നെ സൈനികമായ ഒരു സ്വാതന്ത്ര്യം ഇന്ത്യക്ക്, ഒരു പക്ഷേ ഇന്ത്യൻ സേനയ്ക്ക് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വവും നൽകിയതുമാണ്. ആ ആത്മവിശ്വാസം കൂടി ഇന്ത്യൻ സേനയ്ക്കുണ്ട്. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ പൗരന്മാരെ എല്ലാവരെയും ഭയത്തിൽ നിന്ന് മുക്തരാക്കി അതീവ സുരക്ഷയോടെ അവരെ കരുതലോടെ കാക്കേണ്ട ചുമതല കൂടി ഈ ഘട്ടത്തിലുണ്ട്. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് പുതിയതായി, കാരണം ഈ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സേന വരുത്തുന്നത്? നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചു, ദില്ലിയിലൊക്കെ ചില വിമാനങ്ങൾ ആകാശത്ത് റോന്തു ചുറ്റുന്നത് അടക്കം, അതിർത്തിയിലേക്ക് റഡാർ സംവിധാനങ്ങൾ വരുന്നത് അടക്കമുള്ള ചില ഒരുക്കങ്ങൾ സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ. തീർച്ചയായും. കാരണം ഇന്ത്യൻ ആർമിയുടെ ഒരു പതിവ് രീതികളാണ് അത്തരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ബലാക്കോട്ടിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ അതേ പാകിസ്ഥാന്റെ വക്താവ് മുസഫറാബാദിൽ കൂടി ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ ആക്രമണം എന്ന് പറയുമ്പോൾ അതിർത്തി കടന്ന് ഇന്ത്യൻ വിമാനങ്ങൾ വന്നു, തങ്ങൾ തിരിച്ചോടിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ 19 മിനിറ്റ് മുമ്പ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം, ആദ്യം ഒരു സ്ഥലത്ത് മാത്രം
ബോംബ് വർഷിച്ചു എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തുകൂടി ഇന്ത്യൻ ആർമിയുടെ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇനിയുള്ളത് ചക്കോത്തി എന്ന് പറയുന്ന പാക് അധീന കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രത്തിന്റെ ആക്രമണത്തിന്റെ സ്ഥിരീകരണം കൂടിയാണ്. അതുകൂടി വരേണ്ടതുണ്ട്. മറ്റൊന്ന്, അത് ഇപ്പോൾ പാക് ആർമിയുടെ മറ്റൊരു ട്വീറ്റ് കൂടി വന്നിരിക്കുന്നത്, അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ ചില ദൃശ്യങ്ങളൊക്കെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്ത്യൻ എയർക്രാഫ്റ്റിന്റെ ചില ഭാഗങ്ങൾ. സന്തോഷ്, വളരെ നിർണായകമാണ് ഈ ദൃശ്യങ്ങൾ. ശരിയാണെങ്കിൽ നമുക്ക് ഈ മിറാഷ് യുദ്ധവിമാനങ്ങളുടെ പ്രത്യേക ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരതാവളങ്ങളിലേക്ക് വർഷിക്കാൻ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ നമുക്കും ലഭിക്കുന്നുണ്ട്. സന്തോഷ്, ഏതായാലും വളരെ കൃത്യമായ ആക്രമണമായിരുന്നു. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 12 ദിവസമായി ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഒട്ടും ചിന്തിക്കാത്ത നിലയിൽ വ്യോമമാർഗമുള്ള കനത്ത തിരിച്ചടിക്ക് ഇന്ത്യൻ സേന തയ്യാറെടുക്കുകയായിരുന്നു. അതും ജമ്മു കാശ്മീരിൽ നിന്ന് അടക്കം പറന്നുയരാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പഞ്ചാബിൽ നിന്നോ ദില്ലിയിൽ നിന്നോ അടക്കമായിരിക്കണം ഈ വിമാനങ്ങൾ പറന്നുയർന്നത് എന്ന സാധ്യതകളുമുണ്ട്. സന്തോഷ്, തീർച്ചയായും ആനന്ദ്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ ജെയ്ഷെ ക്യാമ്പുകളിൽ വലിയ അർദ്ധരാത്രിയോടുകൂടി നടക്കുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അർദ്ധരാത്രിയോട് നടക്കുന്ന ഇരുട്ടിലെ ദൃശ്യങ്ങളാണ്, സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം സംഭവ സ്ഥലത്ത് ഇന്ത്യൻ ആർമി ബോംബ് വർഷിച്ചതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ ആർമി കൂടി പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അപ്പോൾ പോലും അത് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല, ഒരു കാഷ്വാലിറ്റിയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഒഴിയുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു. പുൽവാമ സ്ഫോടനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു. 12 കൃത്യം പുൽവാമ സ്ഫോടനത്തിൽ 40 ജവാന്മാർ നഷ്ടപ്പെട്ട് 12 ദിവസത്തിനുള്ളിലാണ് ഇന്ത്യ അതിനൂതന രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വ്യോമസേന ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ആക്രമണം നടത്താത്ത ഇന്ത്യ ഇപ്പോൾ ആ രീതി അവലംബിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പൂഞ്ച് സെക്ടറിലെ ബാലാക്കോട്ട്, മുസറാഫാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സ് ബോംബ് വർഷിച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ കൂടി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതുകൂടാതെ ചിക്കോട്ടിൽ കൂടി ഇന്ത്യ ബോംബ് വർഷിച്ചു. ഏകദേശം 300-ലേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന സ്ഥിരീകരണം. അതുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ കൂടി പരിശോധിച്ചിരിക്കുന്നു. അജിത് ഡോവലിനാണ് ഇതിന്റെ ചുമതലയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ കക്ഷികൾ പലരും ഇക്കാര്യത്തിന് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തത് വി സല്യൂട്ട് എയർഫോഴ്സ് എന്നാണ്. കേജ്രിവാളും സമാനമായ രീതിയിൽ എയർഫോഴ്സിന് പിന്തുണ നൽകിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നത് ശ്രദ്ധേയം. കാരണം പുൽവാമ സ്ഫോടനത്തിന് മറുപടി നൽകണം എന്നത് ഇന്ത്യയുടെ ഒരു പൊതു ആവശ്യമായിരുന്നു. ഇത്രനാൾ വൈകിയതിനെതിരെ പോലും വികാരമുണ്ടായിരുന്നു. ഇതിന് ഇന്ത്യ വേദനിക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതൊക്കെ വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ഇന്ത്യൻ ആർമി വളരെ ആസൂത്രിതമായി അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്ര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ആരാണ് പുൽവാമ സ്ഫോടനം നടത്തിയത് അവർക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. സന്തോഷ്, തുടരുക. ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. ഏതായാലും വളരെ നിർണായകമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സേന നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വലിയ കരുതൽ പാക് സേന അടക്കം മുൻകരുതി നിൽക്കുമ്പോൾ, ഏത് ആക്രമണത്തിനെയും നേരിടാൻ കരുതിയിരിക്കുമ്പോൾ 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പോയി ജെയ്ഷെ മുഹമ്മദ് ഭീകരതാവളങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് ആക്രമിച്ച് സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു എന്നത് തീർത്തും പ്രശംസനീയമായ കാര്യം തന്നെ. രാജ്യമാകെ അഭിമാനിക്കുകയാണ് സേനയെ സംബന്ധിക്കുന്ന ഈ ദൗത്യത്തിൽ. ഒരു ചെറിയ ഇടവേള. പകതീന കശ്മീരിലെ ഭീകരതാവളം ഇന്ത്യൻ സേന ആക്രമിച്ചിരിക്കുന്നു. അതിർത്തിക്ക് അപ്പുറത്തെ ഭീകരതാവളം പൂർണ്ണമായും തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ ജെയ്ഷെ മുഹമ്മദ് ഭീകര താവളങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി ആക്രമിച്ച് തിരികെ വരികയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം നമുക്ക് ലഭിക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാമെങ്കിൽ വലിയ ഭീകരരുടെ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങൾ കൃത്യമായും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ബലാക്കോട്ട് അടക്കമുള്ള പാക് അധീന കശ്മീരിലെ മേഖലകൾ. ഇവിടെയാണ്
13ഓളം കേന്ദ്രങ്ങൾ കൃത്യമായി ആസൂത്രിതമായും വ്യോമസേന ആക്രമിക്കുകയായിരുന്നു. അതും വലിയ കരുതലിൽ പാകിസ്ഥാൻ സേന തയ്യാറെടുപ്പുകളോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാ തയ്യാറെടുപ്പുകളെയും അട്ടിമറിച്ചുകൊണ്ട് വളരെ കൃത്യമായ ആക്രമണം നടത്തി തിരികെ വരാൻ ഇന്ത്യയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സേനയ്ക്ക് ഇതിനോടകം വലിയ പ്രശംസയും ഉണ്ടാകുന്നു. പക്ഷേ കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിൽ ഉന്നതതല യോഗം വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നു. ഇന്ത്യയിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരടക്കമുള്ളവർ, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ യോഗം ചേരുന്നു. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സന്തോഷ്, ഉന്നതതല യോഗം രണ്ട് രാജ്യത്തും തുടരുകയാണ് എന്ന് വേണം ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ആനന്ദ്, ആക്രമണം എങ്ങനെയാണ് നടന്നത്, ഏതൊക്കെ കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. നമ്മൾ ആദ്യം കരുതിയിരുന്നത് പോലെ ജെയ്ഷെ മുഹമ്മദിന്റെ മാത്രം തീവ്രവാദ കേന്ദ്രങ്ങളല്ല ആർമി തകർത്തിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിനെ കൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, പിന്നെ ഈ ജെയ്ഷെ മുഹമ്മദ്, ഈ 3 പേരുടെയും തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. മൊത്തം 21 മിനിറ്റാണ് വ്യോമസേനയ്ക്ക് ആകെ ഈ ആക്രമണം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. ആദ്യം നടത്തിയിരിക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ബലാക്കോട്ട മേഖലയിലാണ്. ബലാക്കോട്ട മേഖലയിൽ രാത്രി 3:45 ബോംബ് വർഷം ആരംഭിച്ചു. അത് 3:53 വരെ നീണ്ടുനിന്നു എന്നാണ് എയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. രണ്ടാമത്തെ ആക്രമണം നടത്തിയത് തൊട്ടടുത്ത് തന്നെ മുസഫറാബാദിലാണ്. മുസഫറാബാദിൽ 3:48 ബോംബ് വർഷം ഇന്ത്യൻ വ്യോമസേന നടത്തിയത്. അത് 3:55 വരെ നീണ്ടിരുന്നു. ഏറ്റവും അവസാനമാണ് ചാക്കോത്തിയിൽ ബോംബ് വർഷം നടത്തിയത്. ഇവിടെ 3:58 മുതൽ 4:04 വരെ ബോംബ് വർഷം ഉണ്ടായി എന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെ മൊത്തം 21 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും തീവ്രവാദ കേന്ദ്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യൻ വ്യോമസേന തകർത്ത് പിന്നീട് അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ ആർമി ഇത് സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അവിടുത്തെ രാജ്യത്തെ നയതന്ത്ര പ്രതിനിധികളുടെ അടിയന്തര യോഗം ഇസ്ലാമാബാദിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം പ്രതീക്ഷിക്കുന്നു. കാരണം ഇതുവരെ പാകിസ്ഥാൻ ആർമി മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഈ ബലാക്കോട്ട് മേഖലയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഉണ്ടായ ചില നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ ആർമി പുറത്തുവിട്ടുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ ആർമി ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പുൽവാമ സ്ഫോടനം കഴിഞ്ഞിട്ട് 12 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാക്കളടക്കം ഇക്കാര്യത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കുകളിൽ സാധാരണ ഇന്ത്യ വ്യോമസേനയെ ഉപയോഗിക്കാറില്ല. ഏറ്റവും അവസാനം 20 വർഷം മുമ്പ് കാർഗിൽ യുദ്ധ സമയത്താണ് ഈ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ആർമിയെ അന്ന് തിരിച്ചോടിച്ചത്. അന്ന് കരസേന ആക്രമണത്തിനോടൊപ്പം വ്യോമസേന സഹായിക്കാൻ എത്തിയത് ഈ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു. എന്നാൽ 1971 ഇതിനു മുമ്പ് പാകിസ്ഥാൻ അതിർത്തി ഇന്ത്യ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി, അതിർത്തി കടന്ന് ആക്രമണം നടത്തി. അതായത് കാർഗിൽ സമയത്ത് ഒരു സമാനമായ സാഹചര്യം യുദ്ധമുണ്ടായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് അങ്ങനെ യുദ്ധമല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയത് 71 അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വ്യോമസേന ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇതിനായി കരസേനയുടെ ജവാന്മാർ പാകിസ്ഥാൻ മണ്ണിലേക്ക് എത്തും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം അവർ നടത്തിയിരുന്നു. പക്ഷെ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആകാശമാർഗമുള്ള ഒരു ആക്രമണം. കരമാർഗമുള്ള ഒരു ആക്രമണത്തിനായി അവർ ജെയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ തീവ്രവാദികളെയും ഒപ്പം കൂട്ടി പാകിസ്ഥാൻ സൈന്യം സജ്ജരായിരുന്നു. എന്നാൽ ആകാശമാർഗം തന്നെ ഇന്ത്യ ആക്രമിച്ച് അവർക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഈ പുൽവാമ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദിനെ കൂടാതെ അതിർത്തിയിലെങ്ങും ഇന്ത്യക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഹിസ്ബുൾ മുജാഹിദിനെയും ലഷ്കർ ഇ തോയ്ബയുടെയും കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ തകർത്തു കളഞ്ഞു. ആനന്ദ്, സന്തോഷ്, തുടരുക. പുതിയ വിവരങ്ങൾ കൂടി വരുന്ന സമയത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് നൽകിയത്. ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ ഇ തോയ്ബയും അടക്കമുള്ള ഭീകര ക്യാമ്പുകൾ കൂടി
ഈ ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വച്ചിരിക്കുന്നു. അത് വിജയകരമായി പൂർത്തീകരിച്ച മിറാഷ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തിരികെ എത്തിയിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ പുറത്തുവരുന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഒരു ചെറിയ ഇടവേള. അതിർത്തി കടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ എ തൊയ്ബയും അടക്കമുള്ള ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സേന ആക്രമിച്ചിരിക്കുന്നുവെന്ന പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. സന്തോഷ്, ഉന്നതതല യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. അത് പാകിസ്ഥാനിലും ഇന്ത്യയിലും. ഈ യോഗത്തിന്റെ അജണ്ടകൾ പ്രധാനമായും ഈ വിഷയം പരിശോധിക്കുകയായിരിക്കും. ഒപ്പം ഇനി രാജ്യം എടുക്കേണ്ട കരുതൽ സംബന്ധിച്ചുമായിരിക്കും. ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഈ ഉന്നതതല യോഗം ഒരു തിരിച്ചടിയെ സംബന്ധിക്കുന്ന ആലോചനയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഈ രണ്ട് ഉന്നതതല യോഗങ്ങളെക്കുറിച്ചും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പാക് അധീന കശ്മീരിലെ ഭീകരതാവളം ആക്രമിച്ച് ഇന്ത്യൻ വ്യോമസേന. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഈ ഉന്നതതല യോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും? പാക് അധീന കശ്മീരിലെ ഭീകരതാവളം ആക്രമിച്ച് ഇന്ത്യൻ വ്യോമസേന. അതിർത്തിക്കപ്പുറത്തെ ഭീകരതാവളം പൂർണ്ണമായും തകർത്തുവെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേന പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു. 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ ആണ് ദൗത്യം ഏറ്റെടുത്ത് പാക് അധീന കശ്മീരിലേക്ക് കടന്നുകയറി തിരിച്ചടി നൽകി സുരക്ഷിതമായി തിരികെ എത്തിയത്. സന്തോഷ്, കേൾക്കാമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും വളരെ നിർണായകവും ഉന്നതതലവുമായ യോഗങ്ങൾ തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യോഗങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നുണ്ടോ, നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ആനന്ദ്, ഇപ്പോൾ എന്തായാലും പാകിസ്ഥാനിൽ ഉന്നതതല യോഗം അവിടെ ആരംഭിച്ചു. അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി വിളിച്ച യോഗമാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം അല്പസമയം മുമ്പ് പൂർത്തിയാക്കി. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ഏറ്റവും മുതിർന്ന ക്യാബിനറ്റ് അംഗം, അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി, വസതിയിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ മാധ്യമങ്ങളോട് അരുൺ ജെയ്റ്റ്ലി ഒന്നും സംസാരിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ്. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയാണുള്ളത്. അവർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ പുൽവാമ സ്ഫോടനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ കൂടിയ മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി കഴിഞ്ഞതിനു ശേഷം നിർമ്മല സീതാരാമനും രാജ്നാഥ് സിംഗുമായിരുന്നു മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം അത് സംബന്ധിച്ച് ഇരുവരും മാധ്യമങ്ങളെ ഇപ്പോൾ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് അതെപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യൻ വ്യോമസേന ഇന്നലെ നടത്തിയ ആക്രമണത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായി അത് നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ ആകട്ടെ ഇപ്പോൾ ഒരു പ്രത്യാക്രമണമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കാശ്മീരിലെങ്ങും അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഇന്നലെ വ്യോമസേന നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങി. എത്ര സമയം ആക്രമിച്ചു, എപ്പോൾ ആക്രമിച്ചു, എവിടെ ആക്രമിച്ചു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് ഏറ്റവും പുറത്തു വരുന്ന പാക് അധീന കശ്മീരിലെ ഭീകരതാവളത്തിൽ ഇന്ത്യയുടെ വ്യോമസേന മിന്നലാക്രമണം നടത്തിയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങൾ മിറാഷ് യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് തിരികെ എത്തിയിരിക്കുന്നു എന്ന പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. പാകിസ്ഥാനിലും ഉന്നതതല യോഗം ചേരുന്നു ഈ ഘട്ടത്തിൽ എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അല്പസമയത്തിനകം ഗവൺമെന്റിൻ്റെതായ ഔദ്യോഗികമായ സ്ഥിരീകരണം രാജ്യത്തിനോടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇന്ത്യൻ സൈന്യവും രാജ്യത്തോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിറാഷ് യുദ്ധവിമാനങ്ങൾ പാക് അധീന കശ്മീരിൽ ബലാക്കോട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ
നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളെ और सेना को इस तरह के कदम उठाने की छूट प्रधानमंत्री नरेंद्र मोदी जी ने दी थी. अब सेना के पीछे पूरा देश खड़ा है. ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടിയെ സംബന്ധിക്കുന്ന സ്ഥിരീകരിക്കുന്ന പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ പരിശോധിക്കാം. കദീന, കശ്മീരിൽ ഇന്ത്യൻ വ്യോമസേന കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു. ശ്യാം ചേരുന്നു ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങളുമായി. ശ്യാം, ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നു. മിറാഷ് യുദ്ധവിമാനങ്ങൾ കൃത്യമായി ദൗത്യം നിർവഹിച്ച് തിരികെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആഭ്യന്തര തലത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു രാജ്യത്തിന്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അത് രണ്ട് രാജ്യങ്ങളിലും സമാനമാണ്. പാകിസ്ഥാനിലും ആ യോഗം തുടരുന്നു, ഇന്ത്യയിലും ആ യോഗം തുടരുന്നു. ഏതെങ്കിലും പ്രതികരണങ്ങൾ രാജ്യത്തോട് തന്നെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? സേന ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ? ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ. ആനന്ദ്, പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താനുള്ള അടിയന്തര കേന്ദ്രമന്ത്രിമാരുടെ യോഗമാണ് ഇപ്പോൾ ദില്ലിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകളും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളുമായിരിക്കും ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഉന്നതതല യോഗം ചേർന്ന് എടുക്കുക. പ്രധാനമായും ഇത്തരത്തിൽ സേനയോട് ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് സേനാ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമായും സേനാ മേധാവികൾ അറിയിക്കുകയും ചെയ്യുന്നു. കര, വ്യോമ, നാവിക ഗത ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കനത്ത തിരിച്ചടി ഏത് ഭാഗത്തു നിന്നും പാകിസ്ഥാൻ നൽകി കഴിഞ്ഞാൽ അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള, തിരിച്ചടി നൽകാനുള്ള ശക്തമായ മുന്നറിയിപ്പുകളെല്ലാം തന്നെ സേനാ മേധാവികളെല്ലാം തന്നെ ഇത്തരത്തിൽ നൽകിയതായിട്ടുള്ള സൂചനകളെല്ലാം തന്നെ അനൌദ്യോഗിക സൂചനകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണം നടത്തിയ 12 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ നടത്തിയ 12 പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പാക് മണ്ണിൽ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായ ഒരു ആക്രമണം തന്നെയാണെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യ കൃത്യമായ സമയത്ത് ഉചിതമായ മറുപടി നൽകുന്നതായിരുന്നു അല്പസമയം മുമ്പേ പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സേന നൽകിയിരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രിയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തിരക്കിട്ട കൂടിക്കാഴ്ചകളും അതോടൊപ്പം തന്നെ നിർണായക നീക്കങ്ങളും എല്ലാം തന്നെ ഇരു രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. പാക് വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അവരുടെ രാജ്യത്തും ഇത്തരത്തിൽ നിർണായക കൂടിക്കാഴ്ചകളും അതോടൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകളെല്ലാം തന്നെ നടത്തിവരികയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭീകരാക്രമണ തലവനായ മസൂദ് അസറിനെ ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. മസൂദ് അസറിനെ റാവൽപിണ്ടിയിലെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസറിനെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും ഇത്തരത്തിൽ സേന ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 12 ദിവസങ്ങൾക്ക് ശേഷം ശക്തമായ ഒരു മുന്നറിയിപ്പോട് കൂടി തന്നെ ശക്തമായ ഒരു തിരിച്ചടിയാണ് പാക് മണ്ണിൽ കടന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയിരിക്കുന്നത്. അതും 1000 കിലോ സ്ഫോടക വസ്തുക്കളുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മിറാഷ് യുദ്ധവിമാനങ്ങൾ പാക് മണ്ണിൽ നേരിട്ടിരിക്കുന്നത്. എന്തായാലും മരണസംഖ്യ 200-ലേറെ കടക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സേന ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗത്തിന് ശേഷം എന്തായാലും സേനാവൃത്തങ്ങൾ ഇന്ത്യൻ വ്യോമസേനയും അതോടൊപ്പം തന്നെ സൈന്യവും സംയുക്തമായി ചേർന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തും. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ എത്തരത്തിൽ നാശനഷ്ടങ്ങളാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാക് മണ്ണിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ വ്യോമസേനയും അതോടൊപ്പം തന്നെ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്യും. എന്തായാലും കനത്ത ഒരു ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം വളരെ ആസൂത്രണത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. പ്രധാനമായും കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വായുശക്തി എന്ന പേരിൽ വ്യോമസേന ഇത്തരത്തിലൊരു ശക്തി പ്രകടനം നടത്തിയിരുന്നു. അതിൽ സുഖോയ്, മിറാഷ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമാണ് മിറാഷ് 2000 കോമ്പാക്ട് ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ പാക് മണ്ണിൽ കടന്നുകൊണ്ട് ഇത്തരത്തിലൊരു യുദ്ധത്തിന് സമാനമായ ഒരു ആക്രമണം നടത്താനായിട്ടുള്ള ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേന തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമായിരുന്നു ഇന്ന് പുലർച്ചെയോടെ 3:30 തന്നെ ഇന്ത്യൻ വ്യോമസേന മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാക് മണ്ണിൽ കടന്നുകൊണ്ട് ഇത്തരത്തിൽ കനത്ത ആഘാതം പാക് മണ്ണിലെ ഭീകര ക്യാമ്പുകളെ തകർത്തുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തി തിരിച്ചു വന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാവിലെ 3:30 തുടങ്ങിയ ഈ ആക്രമണം 21 മിനിറ്റ് നീണ്ടു നിന്നതായിട്ടാണ് അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്.
തുടങ്ങിയ പാക് മണ്ണിൽ കടന്നുകൊണ്ട് 3:45 ഇന്ത്യൻ വ്യോമസേന ആക്രമണം തുടരുന്നു. ആദ്യം ബാലാകോട്ടിലായിരുന്നു ആക്രമണം. ഇത് 10 മിനിറ്റിന് ശേഷം നീണ്ടുന്നതിന് ശേഷം മുസാഫറാബാദിലേക്ക് കടക്കുന്നു. അവിടെ നിന്നും ചകോട്ടിയിലേക്ക് ഭീകരാക്രമണം നീണ്ടുന്നു. അവസാനം നടത്തിയ ചകോട്ടിൽ 21 മിനിറ്റ് ആയിരുന്നു. ഇത്തരത്തിൽ 3 സ്ഥലത്തെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 21 മിനിറ്റ് ആയിരുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം നീണ്ടുന്നത്. പ്രധാനമായും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തോയിബ, മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യൻ മുജാഹിദീൻ തുടങ്ങിയ പ്രധാനമായി ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയ പാക് സൈന്യം നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ 12 ദിവസങ്ങൾ ശേഷം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഇന്ത്യ ശക്തമായ ഒരു ആസൂത്രണത്തോടു കൂടി തന്നെയായിരുന്നു തിരിച്ചടി നൽകിയതെന്നും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് പ്രധാനമായും ഇത്തരത്തിൽ ആദ്യം വ്യോമസേന തിരിച്ചടിക്കുന്നു. അതിനുശേഷം സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുകൊണ്ട് ഇത്തരത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ ഇപ്പോൾ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തിരിച്ചടി നേരിടാനും ഇന്ത്യൻ സേന സജ്ജമായിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പും ഇപ്പോൾ ഈ അതീവ ജാഗ്രത പുലർത്തുന്ന നിമിഷത്തിൽ ഇന്ത്യൻ സേനാ വക്താവ് നൽകിയിരിക്കുകയാണ്. കെ വി തോമസ് MP കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്. ശ്രീ കെ വി തോമസ്, എങ്ങനെ കാണുന്നു രാജ്യത്തിന്റെ ഈ ഒരു അവസ്ഥയെ? ഏതായാലും ഇന്ത്യൻ സൈന്യത്തിനെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക്, എല്ലാ രാഷ്ട്രീയ മാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഏകാകണ്ഠമായി പ്രശംസിക്കേണ്ട സാഹചര്യം തന്നെയാണ്. പക്ഷേ സ്ഥിതിഗതികൾ നമ്മുടെ അധീനതയിൽ തന്നെയാണോ, നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണോ? എങ്ങനെ കാര്യങ്ങളെ വിലയിരുത്തുന്നു? രാജ്യത്തിന്റെ പൊതുസ്ഥിതി എങ്ങനെയാണ്? അതിർത്തി മേഖലകളെ സംബന്ധിക്കുന്ന താങ്കൾക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? സമാധാനപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സേന സുസജ്ജമാണോ? അങ്ങനെ തന്നെ നിരീക്ഷിക്കുന്നു? ഇന്ത്യയിലെ ഭീകര പ്രവർത്തകർക്ക് പൂർണ്ണമായ പിന്തുണയും ട്രെയിനിങ്ങും നൽകുന്നു പാകിസ്ഥാന്റെ പട്ടാള ഗവൺമെന്റിനെതിരായി ഉള്ള തിരിച്ചടിയാണ്. നമ്മൾ 40 വീര സൈനികരെയാണ് കൊന്നത്. അതിന് തിരിച്ചടിച്ചേ പറ്റും. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തിന് ഇത് വിട്ടുകൊടുക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ തിരിച്ചടിക്കണം. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ പിന്തുണയും. ശ്രീ കെ വി തോമസ്, അതുപോലെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കകൾ ഉള്ളതായി വിലയിരുത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ അടക്കമുള്ള ഒരു ആശങ്കയ്ക്കും കാര്യമില്ല. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇന്ത്യയെ നേരിടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മളൊരു മനസ്സോടെ, ഒരു സമൂഹമായി, ഒരു കുടുംബമായി ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നമ്മൾ നിൽക്കും. നമ്മുടെ പിന്തുണ അവർക്കുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ അടക്കം സാധാരണക്കാരായ ആളുകളുടെ സുരക്ഷിതത്വവും സേന ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ കൂടി താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികളിലൊന്നാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ആളുകളുമാണ്. ആ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ എല്ലാം നോക്കി, അതുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ നേതൃത്വമല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്. ഇത് അടിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് സൈന്യം തന്നെ തീരുമാനിക്കണം. തീർച്ചയായും വ്യക്തമാണ്. കെ വി തോമസ് MP ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ശ്യാം, വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല, ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള സംഘടനകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും നിർണായകമായത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള ഏതെങ്കിലും പ്രതികരണങ്ങളോ നിരീക്ഷണങ്ങളോ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിക്കാൻ കാരണം അമേരിക്കയും റഷ്യയും അടക്കമുള്ള നിർണായക സൈനിക ശക്തികൾ വലിയ വില ഇന്ത്യക്ക് നഷ്ടമായതിന്റെ വലിയ വില, കനത്ത പ്രഹരം പാകിസ്ഥാൻ ഏൽക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നതാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ വിലയിരുത്തുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ടോ? ആനന്ദ്, അന്താരാഷ്ട്ര സമൂഹം ഇത്തരത്തിൽ ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ വളരെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനു മുമ്പ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ എല്ലാം തന്നെ രാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമായി പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേന ഇന്ന് നടത്തിയിരിക്കുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാൽ ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം തന്നെ പിന്തുണ അറിയിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് പ്രധാനമായും നമുക്ക് പുറത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്ത്യൻ സേന ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നടത്തിയതിന് ശേഷമായിരിക്കും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളും അതോടൊപ്പം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള നിലപാടുകളും എല്ലാം തന്നെ പ്രധാനമായും രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ പുൽവാമ ഭീകരാക്രമണം നടത്തിയപ്പോൾ ആദ്യം തന്നെ അമേരിക്കയായിരുന്നു ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രധാനമായും തീവ്രവാദത്തെ ചെറുക്കാൻ
ഏത് നിമിഷവും ഏത് സമയത്തും സജ്ജരായി കൂടെ ഉണ്ടാകുമെന്നായിരുന്നു അമേരിക്ക ഇന്ത്യക്ക് നൽകിയ പിന്തുണ. അതോടൊപ്പം തന്നെ ഇതിന് പിന്നാലെ ഫ്രാൻസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് ഇത്തരത്തിൽ പല ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ഇത്തരത്തിൽ കനത്ത റിപ്പോർട്ടുകളും ആഘാതങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടായതിനു ശേഷമായിരിക്കും പ്രധാനമായും ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ എല്ലാം പ്രതികരണവും അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള നിലപാടുകളും പിന്തുണകളും എല്ലാം തന്നെ പുറത്തു വരിക. തീർച്ചയായും പാക് അധീന കാശ്മീരിലേക്ക് ഇന്ത്യൻ വ്യോമസേന കൃത്യമായി തിരിച്ചടി നൽകിയിരിക്കുന്നു. 12 മിറാഷ് യുദ്ധ വിമാനങ്ങൾ ദൗത്യം ഏറ്റെടുത്ത് വളരെ സുരക്ഷിതമായി തിരികെ എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ശ്യാം, അതെന്തെന്നാൽ തീർച്ചയായും പാകിസ്ഥാൻ വലിയ കരുതലാണ് ഇതുമായി ബന്ധപ്പെട്ട പുൽവാമ ആക്രമണത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ എടുത്തിരുന്നത്. ആ കരുതലുകളെല്ലാം അട്ടിമറിക്കാൻ വ്യോമമാർഗം ഇന്ത്യക്ക് ആയിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സേനയുടെ കരുത്തുകൂടി ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു. വലിയ ജാഗ്രതയും വലിയ കൃത്യമായ ആസൂത്രണവും ഇന്ത്യൻ സേനയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ വെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെ കനത്ത തിരിച്ചടിയും സന്ദേശവുമാണ് ഇപ്പോൾ മിറാഷ് യുദ്ധവിമാനങ്ങൾ വഴി ഇന്ത്യൻ വ്യോമസേന നൽകിയിരിക്കുന്നത്. ശ്യാം, ആനന്ദ, പ്രധാനമായി ഇതിൽ സൂചിപ്പിക്കേണ്ട കാര്യം എന്നുള്ള പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഈ ഒരു ജയ്ഷെ മുഹമ്മദ് ലഷ്കർ അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് അകത്തെ പാകിസ്ഥാന്റെ ഒത്താശയോടുകൂടിയുള്ള ചില ഭീകര ക്യാമ്പുകളിലാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ സൈന്യത്തിന് എളുപ്പം കടന്നു ചെന്ന ഒരു ആക്രമണം നടത്തി തിരിച്ചു പോരാൻ കഴിയുന്നതിനുള്ള ഇത്തരത്തിലുള്ള ദുർഘടമായ പാതകളും സ്ഥലങ്ങളുമെല്ലാം തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. അതിനാൽ തന്നെയാണ് മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ കോമ്പാക്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ യുദ്ധവിമാനത്തെ തന്നെ പ്രധാനമായും ഈ മേഖലകളിലേക്കുള്ള ഒരു ആക്രമണത്തിനെ ഇന്ത്യൻ സേന തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അതിനാൽ തന്നെയാണ് ഈ മിറാഷ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം നേരിടാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറാകുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ ഭാഗങ്ങളിലെ ദുർഘടമായ പാതകളും അതോടൊപ്പം തന്നെ നിലവിലെ ഭൗതിക സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ യുദ്ധവിമാനങ്ങൾ പ്രധാനമായി ഉപയോഗിക്കാനും കാരണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ മരണസംഖ്യ പാകിസ്ഥാൻ സൈനികർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും എല്ലാം തന്നെ അനൗദ്യോഗികമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ വ്യോമസേനയും സൈന്യവും നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമേ കൂടുതൽ ഔദ്യോഗികമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയും. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്യാമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. പാക് അധീന കശ്മീരിലെ ഭീകരതാവളം ആക്രമിച്ച ഇന്ത്യൻ വ്യോമസേന അതിർത്തിക്കപ്പുറത്തെ ഭീകരതാവളം പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടി. 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരികെ രാജ്യത്തെത്തിയത്. അതേസമയം പാക് അതിർത്തിയിൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾ കടന്നുവെന്ന് രാവിലെ തന്നെ പാക് വക്താക്കളും സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ഉന്നതതല യോഗങ്ങൾ ഇരു രാജ്യങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വരുന്ന മണിക്കൂറിൽ പ്രിയ ചേരും. ഒരിടവേളയ്ക്ക് ശേഷം.